തലച്ചു മഹോന്നതമാ നിക്ഷേപങ്ങൾ നിറച്ചവനെ ചിന്തകൾ വിണ്ണിലുയർത്തിടുവാൻ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കാ. ലോകത്തിൻ പാപങ്ങൾ താങ്ങും ദൈവത്തിൻ ദേശമേ നാഥാ, പാപം പൊറുക്കേണമേ നാഥാ, പാപം പൊറുക്കേണമേ. പാലകനേ ഞങ്ങളടച്ചിടുവേ പ്രാർത്ഥന തിരുമുൻപിൽ പരിമളമേറും രൂപം പോൽ കൈക്കൊണ്ടരുളേണം. ആത്മീയവും ശാരീരികവുമായ എല്ലാ വരങ്ങളാലും പരിശുദ്ധ കന്യകാമറിയത്തെ അലങ്കരിച്ച ദൈവമേ, ആ കന്യകയുടെ യോഗ്യതകൾ പരിഗണിച്ച് ഞങ്ങളുടെ പ്രാർത്ഥന സ്വീകരിക്കണമേ. നീതിമാനായി മാർ യോസേപ്പിന്റെയും സകല വിശുദ്ധരുടെയും സുഹൃതങ്ങളും പ്രാർത്ഥനകളും ഞങ്ങളെ സഹായിക്കുമാറാകട്ടെ. തിരുസഭയുടെ മേലധ്യക്ഷന്മാരെ സംരക്ഷിക്കുകയും അവർക്ക് ഫലമേൽപ്പിക്കപ്പെട്ടിരിക്കുന്നവരെ വിശ്വാസത്തിൽ ഉറച്ചുവരും സുഹൃതങ്ങൾ തീർത്തുള്ളവരുമാക്കി തീർക്കുവാൻ അവരെ സഹായിക്കുകയും ചെയ്യണമേ. പ്രത്യേകമായി തിരുസഭയുടെ അധിപനായ മാർ ഫ്രാൻസിസ് പാപ്പായ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ സഭയുടെ പിതാവും തലവനുമായ മേജർ ആർച്ച് ബിഷപ്പ് മാർ ജോർജ് മെത്രാപ്പോലിത്തായ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ തിരുവിതാധ്യക്ഷനും പിതാവുമായ മാർ മാത്യു മെത്രാപ്പോലിത്തായ്ക്ക് വേണ്ടിയും മാർ ജോസഫ് മെത്രാന് വേണ്ടിയും അവരുടെ സഹപ്രവർത്തകർക്ക് വേണ്ടിയും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ തിരുനാളിന് കാരണഭൂതനായ വിശുദ്ധ സെബസ്ത്യാനോസിന്റെ സുഹൃത്തുക്കളെക്കുറിച്ച് ആത്മീയവും ശാരീരികവുമായ എല്ലാ സഹായങ്ങളും നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഈ തിരുനാൾ നടത്തുന്നവരെയും അവരുടെ കുടുംബാംഗങ്ങളെയും ഇതിൽ സംബന്ധിക്കുന്ന എല്ലാവരെയും സമൃദ്ധമായി ആശീർവദിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. ലോകത്തിൻ വഴികളിലുഴലാതെ പാപത്തിൻ പാതകൾ പുണരാതെ ദൈവത്തിൻ പരിമള ഭൂവനിൽ പനിമലരായി വന്നൊരു പുണ്യാത്മാ, പനിമലരായി വന്നൊരു പുണ്യാത്മാ, മാമലമേലുയരും നഗരം നീ, മോഹനമാം നിർമ്മല ദീപം നീ, മാമലമേലുയരും നഗരം നീ, മോഹനമാം നിർമ്മല ദീപം നീ, ധരയിന്മേൽ ഭക്തിരുമാതൃക നീ, വിനയമൊഴി വന്ദനമരുളുന്നു. അത്ഭുതകരമായ വരങ്ങളാൽ വിശുദ്ധരെ അലങ്കരിക്കുവാൻ തിരുവള്ളമായ ദൈവമേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വിശുദ്ധ സെബസ്ത്യാനോസിന്റെ സുഹൃതങ്ങൾ പരിഗണിച്ചുകൊണ്ട് ഞങ്ങളുടെ ആവശ്യങ്ങളിൽ ഞങ്ങളെ സഹായിക്കണമേ. അങ്ങയുടെ തിരുമനസ്സിന് യോജിച്ച വിധത്തിൽ ഞങ്ങളുടെ ഉദ്ദിഷ്ടകാര്യങ്ങൾ സാധിച്ചു തന്നുകൊണ്ട് ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബാംഗങ്ങളെയും സമർത്ഥമായി അനുഗ്രഹിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. നമ്മുടെ കർത്താവ് മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും വിശുദ്ധ സെബസ്ത്യാനോസിന്റെ മാധ്യസ്ഥവും നമ്മളുടെ മേൽ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. സ്നേഹമുള്ളവരെ, നമ്മുടെ അതിരൂപതയുടെ സഹായമെത്രാൻ നമുക്ക് ഏറെ പ്രിയങ്കരനായ കൊച്ചുപിതാവ് നമ്മുടെ മുൻ വികാരി ഇന്ന് ഈ തിരുനാൾ ആരംഭിക്കുന്ന ദിവസം നമ്മളോടൊത്ത് ഈ ബലിയിൽ
മുഖ്യ കാർമ്മികത്വം വഹിക്കുന്നത് നമുക്കെല്ലാവർക്കും ഏറെ സന്തോഷകരമായ ഒരു നിമിഷങ്ങളാണ്. അഭിവന്ദ്യ പിതാവിനോട് ചേർന്ന് ദൈവത്തിൻ്റെ തിരുമുമ്പിൽ നമ്മെയും നമ്മുടെ കുടുംബങ്ങളെയും പ്രത്യേകിച്ച് ഈ തിരുനാൾ ആഘോഷങ്ങളെയും സമർപ്പിക്കാം. അഭിവന്ദ്യ പിതാവിനെ നമ്മുടെ ഈ ഇടവക കൂട്ടായ്മയിലേക്ക് ഏറെ സ്നേഹത്തോടെ നിങ്ങളെല്ലാവരുടെയും നാമത്തിൽ ഞാൻ സ്വാഗതം ചെയ്യുന്നു. നമുക്ക് ഭക്തി നിർഭരമായി ഈ ബലിയിൽ പങ്കുചേരാം. തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോൽ തിരുനാമത്തിൽ ചേർന്നിടാം. ഒരുമയോടി ബലി അർപ്പിക്കാം. അത്യുന്നതമാം സ്വർലോകത്തിൽ സർവേശനോ സ്തുതിഗീതം. അത്യുന്നതമാം സ്വർലോകത്തിൽ സർവേശനോ സ്തുതിഗീതം. അത്യുന്നതമാം സ്വർലോകത്തിൽ സർവേശനോ സ്തുതിഗീതം. സ്വർഗസ്ഥിതനാം താതാ നിൻ നാമം പൂജിതമാകണമേ. നിൻ രാജ്യം വന്നിടണമേ. പരിശുദ്ധൻ നീ പരിശുദ്ധൻ. Oh
ഞങ്ങൾ ഉദ്ഘോഷിപ്പു സാമോദം. പരിശുദ്ധൻ നീ എന്നെന്നും, പരിശുദ്ധൻ നീ പരിശുദ്ധൻ. സ്വർഗ്ഗസ്ഥിതനാം താരാവിൻ നാമം പൂജിതമാകണമേ. നിൻ രാജ്യം വന്നിടണമേ. നിൻ ഹിതമെതിരെ ഭവിക്കണമേ. സ്വർഗത്തെന്നതുപോലുലകിൽ നിൻ ചിത്തം നിറവേറിടമേ. ആവശ്യകമാമാഹാരം ഞങ്ങൾക്കിന്നരുളിയിടണമേ. ഞങ്ങൾ കടങ്ങൾ പൊറുത്തതുപോൽ ഞങ്ങൾക്കുള്ള കടം സകലം പാപത്തിൻ കടബാധ്യതയും അങ്ങുകഴിഞ്ഞു പൊറുക്കണമേ. ഞങ്ങൾ പരീക്ഷയിലൊരു നാളും ഉൾപ്പെടുവാനിടയാകരുതേ. ദുഷ്ടാരൂപിയിൽ നിന്നെന്നും ഞങ്ങളെ രക്ഷിച്ചരുളണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവായ ദൈവമേ, എല്ലാ മനുഷ്യരെയും പ്രകാശിപ്പിക്കുന്ന സത്യവെളിച്ചമായി അങ്ങയുടെ പുത്രനെ ലോകത്തിലേക്ക് അയക്കുകയും അവൻ വഴി കൃപയും സത്യവും പ്രാപിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കുകയും ചെയ്ത അങ്ങയെ ഞങ്ങൾ സ്തുതിക്കുന്നു. ഞങ്ങളുടെ വിശ്വാസത്തിന്റെ കർത്താവും മഹാപുരോഹിതനുമായി ഈശോ മിശിഹ ഫലമേൽപ്പിച്ച ഈ ദിവ്യരഹസ്യങ്ങൾ യഥായോഗ്യം പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. സകലത്തിന്റെയും നാഥ എന്നേക്കും. ആമേൻ. കർത്താവേ മമ രാജാവേ, പാടും നിൻപുകളെന്നും ഞാൻ. സകലേശാ നിൻ തിരുനാമം വട്ടിയിടും ഞാനനവരതം. കർത്താവായ ദൈവമേ, അങ്ങ് നൽകിയിട്ടുള്ളതും എന്നാൽ കൃതജ്ഞത പ്രകാശിപ്പിക്കുവാൻ ഞങ്ങൾക്ക് കഴിയാത്തതുമായ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ് മുടിചൂടി നിൽക്കുന്ന സഭയിൽ ഞങ്ങൾ അങ്ങയെ നിരന്തരം സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യട്ടെ.
അങ്ങ് സകലത്തിന്റെയും നാഥനും സൃഷ്ടാവുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. സമാധാനം നമ്മോടുകൂടെ. എന്റെ കർത്താവേ, നീ സത്യമായും ഞങ്ങളുടെ ശരീരങ്ങളെ ഏർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിന്റെയും നാഥ എന്നേക്കും. ശബ്ദമുയർത്തി പാടിടുവിൻ, സർവരുമൊന്നാ പാടിടുവിൻ. എന്നെന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ, വാഴ്ത്തിടുവിൻ. വിശുദ്ധരിൽ സംപ്രീതനായി വസിക്കുന്ന പരിശുദ്ധനും സ്തുത്യർഹനും ബലവാനും അമർത്തിനുമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തിനൊത്ത വിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. സർവജ്ഞനായ ഭരണകർത്താവും തന്റെ ഭവനത്തിൽ വസിക്കുന്നവരുടെ വിസ്മരണീയനായ പരിപാലകനും സകല നന്മകളുടെയും സൗഭാഗ്യങ്ങളുടെയും ഉറവിടവുമായ ദൈവമേ, അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. അങ്ങയുടെ സ്വഭാവത്തിനൊത്ത വിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. സഹോദരരെ, വിശുദ്ധ പൗലോസ് ലിഹ കൊറിന്തോസിലെ സഭയ്ക്ക് എഴുതിയ 1-ാം ലേഖനം അധ്യായം 9 24 മുതൽ 27 വരെയുള്ള തിരുവചനങ്ങൾ ഗുരുവാശ്രവദിച്ചാലും നിന്നെ അനുഗ്രഹിക്കട്ടെ. മത്സരക്കളത്തിൽ എല്ലാ ഓട്ടക്കാരും ഓടുന്നെങ്കിലും സമ്മാനാർഹനാകുന്നത് ഒരുവൻ മാത്രമാണെന്ന് നിങ്ങൾക്കറിഞ്ഞുകൂടി. ആകയാൽ സമ്മാനം ലഭിക്കേണ്ടതിനായി നിങ്ങൾ ഓടുവിൻ. കായികാഭ്യാസികൾ എല്ലാ കാര്യത്തിലും ആത്മനിയന്ത്രണം പാലിക്കുന്നു. അവർ നശ്വരമായ കിരീടത്തിനു വേണ്ടിയാണ് അപ്രകാരം ചെയ്യുന്നത്, നാം അനശ്വരമായതിനു വേണ്ടിയും. ഞാൻ ഓടുന്നത് ലക്ഷ്യമില്ലാതെയല്ല. ഞാൻ മുഷ്ടിപ്രയോഗം നടത്തുന്നത് വായുവിൽ പ്രഹരിക്കുന്നത് പോലെയല്ല. മറ്റുള്ളവരോട് സുവിശേഷം പ്രസംഗിച്ച ഞാൻ തന്നെ തിരസ്കൃതനാകാതിരിക്കുന്നതിന് എന്റെ ശരീരത്തെ ഞാൻ കർശനമായി നിയന്ത്രിച്ച് കീഴടക്കുന്നു. നമ്മുടെ കർത്താവായ മിശിഹായിക്ക് സ്തുതി.
നമുക്കു വേണ്ടി കുരിശിൽ പിടഞ്ഞ നാഥന്റെ തിരുവചനം വിശുദ്ധ ഗന്ധം തുറന്നിടുന്നു അൾത്താരമുന്നില. നമുക്കു വേണ്ടി കുരിശിൽ പിടഞ്ഞ നാഥന്റെ തിരുവചനം. നമുക്ക് ശ്രുതാർന്നു പരിശുദ്ധ ശ്രമിക്കാം. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ മർക്കോസ് അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. യേശു വഴിയിലേക്ക് ഇറങ്ങിയപ്പോൾ ഒരുവൻ ഓടിവന്ന് അവന്റെ മുൻപിൽ മുട്ടുകുത്തി ചോദിച്ചു, നല്ലവനായ ഗുരു, നിത്യജീവൻ അവകാശമാക്കുവാൻ ഞാൻ എന്തു ചെയ്യണം? യേശു അവനോട് ചോദിച്ചു, എന്തുകൊണ്ടാണ് നീ എന്നെ നല്ലവൻ എന്ന് വിളിക്കുന്നത്? ദൈവം ഒരുവനല്ലാതെ നല്ലവനായി ആരുമില്ല. പ്രമാണങ്ങൾ നിനക്കറിയാമല്ലോ. കൊല്ലരുത്, വ്യഭിചാരം ചെയ്യരുത്, മോഷ്ടിക്കരുത്, കള്ളസാക്ഷ്യം നൽകരുത്, വഞ്ചിക്കരുത്, പിതാവിനെയും മാതാവിനെയും ബഹുമാനിക്കുക. അവൻ പറഞ്ഞു, ഗുരു, ചെറുപ്പം മുതൽ ഞാനിവയെല്ലാം പാലിക്കുന്നുണ്ട്. യേശു സ്നേഹപൂർവ്വം അവനെ കടാക്ഷിച്ചുകൊണ്ട് പറഞ്ഞു, നിനക്ക് ഒരു കുറവുണ്ട്. പോയി നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക. അപ്പോൾ സ്വർഗത്തിൽ നിനക്ക് നിക്ഷേപമുണ്ടാവും. പിന്നെ വന്ന് എന്നെ അനുഗമിക്കുക. ഈ വചനം കേട്ട് അവൻ വിഷാദിച്ച് സങ്കടത്തോടെ തിരിച്ചുപോയി. കാരണം അവന് വളരെയേറെ സമ്പത്തുണ്ടായിരുന്നു. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. ദൈവത്തിൻ്റെ വാത്സല്യ ഭജനങ്ങളായ പ്രിയ സഹോദരങ്ങളെ, യുവജന സൗഹൃദപരമായ ചിന്തകളാണ് ഇന്നത്തെ 2 വായനകളിലൂടെ നമുക്ക് ലഭിക്കുന്നത്. സമവീക്ഷണ സുവിശേഷങ്ങളിലൊന്നായ മർക്കോസിന്റെ സുവിശേഷത്തിലെ 10-ാമത്തെ അധ്യായത്തിലെ 17 മുതലുള്ള തിരുവചനങ്ങളിലും പൗലോസ്ലീഹായുടെ കൊറോന്തോസിലെ സഭയ്ക്ക് എഴുതിയ 1-ാം ലേഖനത്തിൽ നിന്നുമുള്ള വായനകളിൽ നമുക്ക് ലഭിക്കുന്നത് ഈ ചിന്തകളാണ്. ഈശോയുടെ അടുക്കലേക്ക് സന്തോഷപൂർവ്വം കടന്നുവരുന്ന ഒരു യുവാവ്, അവൻ അറിയേണ്ടത് നിത്യജീവൻ അവകാശമാക്കുവാൻ എന്തെല്ലാം കാര്യങ്ങളാണ് ആവശ്യമായിട്ടുള്ളത് എന്നുള്ളതാണ്. ഈശോ അവനോട് പറയുന്നതും അവൻ ഈശോയോട് മറുപടി നൽകുന്നതുമായത് മോശ വഴിയായി നൽകപ്പെട്ടിട്ടുള്ള പ്രമാണങ്ങളെക്കുറിച്ചാണ്. അതെല്ലാം യഹൂദ പശ്ചാത്തലത്തിൽ ഏതാണ്ട് 12 വയസ്സ് പ്രായമാകുമ്പോൾ മുതൽ എല്ലാ യഹൂദന്മാരും അനുസരിച്ചു കൊണ്ടിരുന്ന പ്രമാണങ്ങളാണ്. ഇതെല്ലാം അനുസരിച്ചാൽ എനിക്ക് സ്വർഗരാജ്യം ലഭിക്കുമോ എന്നുള്ള ഒരു ചിന്തയാണ് അവൻ്റെ മനസ്സിലുള്ളത്. കാരണം അതെല്ലാം കൃത്യമായി പാലിച്ചുകൊണ്ടിരുന്നു അവൻ. 15-30 വയസ്സ് പ്രായമുള്ളവരാണല്ലോ പൊതുവെ യുവജനങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇന്നത്തെ സുവിശേഷത്തിലെ ഈശോയുടെ അടുക്കിലേക്ക് വരുന്ന ചെറുപ്പക്കാരൻ എല്ലാ യുവജനങ്ങളുടെയും പ്രതിനിധിയായിട്ടാണ് വരുന്നത്. ഈശോ ഈ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയതിന് ശേഷം അവനോട് മറുപടി പറയുന്നത് ശ്രദ്ധേയമാണ്. നിനക്ക് ഒന്നിൻ്റെ കുറവുണ്ട്. നീ ആ ഒരു കാര്യത്തിലാണ് നിന്റെ മനസ്സും ശരീരവും മുടക്കി നിൽക്കുന്നത്. നീ അത് സമർപ്പിച്ചിട്ട് അത് പങ്കുവച്ചിട്ട്
നീ എന്നെ അനുഗമിക്കുക എന്ന് പറയുമ്പോൾ അത് പങ്കുവയ്ക്കുവാനും അത് മറ്റുള്ളവർക്ക് വേണ്ടി നൽകുവാനുമുള്ള മനസ്സ് അവനില്ലാത്തതുകൊണ്ട് അവൻ തിരിച്ചുപോയി എന്നാണ് വചനം പറയുന്നത്. നമ്മൾ ഈ ഒരു സുവിശേഷ ഭാഗത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ ഇതൊരു യുവജന സൗഹൃദപരമായ ചിന്തകളാണ് ഇന്ന് അവതരിപ്പിക്കപ്പെട്ടിരിക്കുന്നത്. ഈശോ ജെറൂസലമിലേക്കുള്ള യാത്രാമധ്യേയാണ് ഈ ഒരു കണ്ടുമുട്ടൽ നടക്കുന്നത്. ആ യുവാവ് വളരെ തീഷ്ണതയോടെ സന്തോഷത്തോടുകൂടി ഈശോയുടെ അടുക്കൽ വരുന്ന ഈശോയോട് ചോദിക്കുകയാണ്. വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണല്ലോ ചോദിക്കുന്നത്. ആ ഒരു ബൈബിൾ ഭാഗങ്ങളുടെ പശ്ചാത്തലങ്ങൾ അവിടെ നിലനിർത്തിക്കൊണ്ട് നമുക്ക് നമ്മുടെ പശ്ചാത്തലങ്ങളിലേക്ക് വരാം. യുവജനങ്ങളെക്കുറിച്ച് പല ആകുലതകളും നമ്മുടെ മുന്നിലുണ്ട്. അവര് അനുസരണം കുറവാണ്, പഴയ തലമുറയെ പോലെ അല്ല അവര്. മുതിർന്നവരെ ബഹുമാനിക്കുന്നില്ല. നിസ്സംഗത യുവജനങ്ങളിൽ ഉണ്ട്. ഡിജിറ്റൽ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ വളരെയേറെ സമയം ചെലവഴിക്കുന്നവരാണ്. അതിൻ്റെ തിന്മകളിലേക്ക് യുവജനങ്ങൾ വഴിതെറ്റിപ്പോകുന്നു. മദ്യം, മയക്കുമരുന്ന് മുതലായ കാര്യങ്ങളിൽ ഇന്നത്തെ തലമുറ കൂടുതൽ ബന്ധപ്പെട്ട നിൽക്കുന്നു. അതുവഴിയായിട്ടുള്ള സാമൂഹികമായിട്ടുള്ള പ്രശ്നങ്ങളും വ്യക്തിപരമായിട്ടുള്ള വീഴ്ചകളും യുവജനങ്ങൾക്കും സമൂഹത്തിനും ഉണ്ടാവുന്നു എന്ന ചിന്തകൾ നമ്മളെയൊക്കെ അലോരസപ്പെടുത്തുകയാണ്. 2020 വർഷമാകുമ്പോൾ പുതിയ കണക്കനുസരിച്ച് ഏറ്റവും കൂടുതൽ യുവജനങ്ങൾ ഉണ്ടാകാൻ പോകുന്ന കാലമാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ യുവജനങ്ങൾ ഉണ്ടാകുന്ന ഈ 2020 കാലഘട്ടത്തിൽ എല്ലാ മേഖലകളിലും യുവജനങ്ങളുടെ സാന്നിധ്യം വരാൻ പോവുകയാണ്. യുവജനങ്ങളുടെ എണ്ണം ഇന്ത്യയിൽ വർദ്ധിക്കുകയാണ്. അപ്പോൾ നമ്മുടെ മുന്നിൽ ഇതുപോലെയുള്ള ആശങ്കകൾ നിലനിൽക്കുകയാണ്. ഈ അടുത്ത കാലത്ത് പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പ 2018 ഒക്ടോബർ മാസത്തിൽ കുടുംബത്തെ സംബന്ധിക്കുന്ന 2 സിനഡുകൾക്ക് ശേഷം മറ്റൊരു സിനഡ് കൂടി വിളിച്ചു ചേർക്കുകയാണ്. അത് യുവജനങ്ങളുമായി ബന്ധപ്പെട്ട ഒരു സിനഡാണ് 2018 പരിശുദ്ധ പിതാവ് വിളിച്ചു ചേർക്കുന്നത്. അവിടെ നൽകപ്പെടുന്ന രേഖകളിൽ, പ്രത്യേകിച്ചും അതിൻ്റെ ആദ്യ പഠനങ്ങളിലും ചർച്ചകളിലുമൊക്കെ ഉണ്ടാകേണ്ട ചിന്തകളെക്കുറിച്ച് ലഭിച്ചിരിക്കുന്ന ആ രേഖയുടെ അടിസ്ഥാനത്തിൽ ഇന്ന് യുവജനങ്ങളുടെ ഇടയിൽ അവരുടേതായ നന്മകളും ശക്തികളും നാം തിരിച്ചറിയണമെന്നാണ് പരിശുദ്ധ പിതാവ് പറയുന്നത്. പുതിയ തലമുറയിൽപ്പെടുന്ന കുട്ടികൾ വളരെ സർഗമായ വാസനകളുള്ളവരാണ്. ഇന്നുള്ള നമ്മൾ ഓരോരുത്തരെയുംക്കാൾ വളരെയേറെ കഴിവുള്ളവരാണ് നമ്മുടെ ചെറുപ്പക്കാര്. ബുദ്ധിപരമായി സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നതിലും അറിവിൻ്റെ കാര്യത്തിലും നന്മയുടെ കാര്യത്തിലുമെല്ലാം വളരെയേറെ നന്മയും കഴിവും സാധ്യതകളുമുള്ളവരാണ് അവരോരോരുത്തരും. പക്ഷെ അവരുടെ മുന്നിൽ വലിയ വെല്ലുവിളി വിശ്വാസത്തിൻ്റെ തലങ്ങളിലുണ്ട്, വിദ്യാഭ്യാസത്തിൻ്റെ തലങ്ങളിലുണ്ട്. അതുപോലെ തന്നെ അവരുടെ ജോലി സാധ്യതയെക്കുറിച്ചുള്ള ആശങ്കകൾ ഇന്നത്തെ ഈ ചെറുപ്പക്കാരിൽ വളരെയേറെ ആയിട്ടുണ്ട് എന്ന് നമുക്കറിയാം. അപ്പോൾ ഇവിടെ ഈ ചെറുപ്പക്കാര് നോക്കുന്നത് സമൂഹത്തിൻ്റെ ഉപരി മേഖലകളിലുള്ള മാതാപിതാക്കന്മാരിൽ നിന്നും അധ്യാപകരിൽ നിന്നും വൈദികരിൽ നിന്നും ഗുരുക്കന്മാരിൽ നിന്നും എല്ലാം അവർ പ്രതീക്ഷിക്കുന്നത് യഥാർത്ഥത്തിലുള്ള റോൾ മോഡലുകളാണ്. ആരെയെങ്കിലും നോക്കി മുന്നോട്ട് പോകണമെന്ന് അവരാഗ്രഹിക്കുമ്പോൾ ലഭിക്കേണ്ട റോൾ മോഡൽ കുടുംബത്തിൽ നിന്നും അതുപോലെ തന്നെ സമൂഹത്തിൽ നിന്നും ലഭിക്കാതെ വരുമ്പോൾ മറ്റു തലങ്ങളിലുള്ള ആളുകളാൽ ആകൃഷ്ടരായി നമ്മുടെ യുവജനങ്ങൾ മാറി നിൽക്കുമ്പോൾ സഭയുടെ റോളായി പരിശുദ്ധ പിതാവ് ഉയർത്തി കാണിക്കുന്നത് ഒരു യുവജന സൗഹൃദപരമായ അജപാലന സമീപനമുണ്ടാകണമെന്നാണ്. അതിന് നമ്മുടെ കുടുംബത്തിൽ നിന്ന് ഉള്ള
മാതാപിതാക്കളുടെ പേരന്റിങ്ങിൽ പോലും ആവശ്യമായ മാറ്റങ്ങൾ വരുത്തണമെന്നാണ് പരിശുദ്ധ പിതാവ് പറയുന്നത്. അതിനുള്ള അനുഗമനം, അക്കമ്പനിമെന്റ് മാതാപിതാക്കളിലൂടെയും അധ്യാപകരിലൂടെയും വൈദികരിലൂടെയും സഭാ സംവിധാനങ്ങളിലൂടെയും നിരന്തരമായ അനുഗമനം ഉണ്ടാവേണ്ടിയിരിക്കുന്നു. അങ്ങനെ നിരന്തരമായ അനുഗമനങ്ങളിലൂടെയാണ് ഈ ആശങ്കകളിലൂടെയും വെല്ലുവിളികളിലൂടെയും കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന യുവജനങ്ങൾക്ക് ആശ്വാസവും പരിഹാരവും സഭയിലൂടെ, കുടുംബത്തിലൂടെ നമ്മൾ നൽകേണ്ടത്. ഇനി നമുക്ക് ഈശോയുടെ ശൈലിയിലേക്ക് കടന്നു വരാം. നമ്മൾ സുവിശേഷത്തിൽ കാണുന്ന ഇന്ന് വായിച്ചു കേട്ട വേദപുസ്തക ഭാഗം, ഈ യുവാവ് ഈശോയുടെ അടുക്കൽ പ്രതീക്ഷയോടെ സന്തോഷത്തോടെ കടന്നു വരുമ്പോൾ ഈശോ അവനെ കുറ്റപ്പെടുത്തുന്നില്ല. അവൻ പറയുന്ന കാര്യങ്ങൾ, എനിക്കെന്തെല്ലാം നേട്ടങ്ങളുണ്ടാകും, ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ, എൻ്റെ വ്യക്തിപരമായ കാര്യങ്ങൾ, എനിക്കെന്ത് നേട്ടമുണ്ടാക്കാം എന്നുള്ള ഒരു സാധാരണ ലോകത്തിൻ്റെതായ ചിന്തകളോടുകൂടി തന്നെയാണ് യുവാവ് ഈശോയുടെ അടുക്കൽ വരുന്നത്. ഈശോ അവനെ കുറ്റപ്പെടുത്തുന്നില്ല, ഈശോ അവനെ പരിഹസിക്കുന്നില്ല, ഈശോവിനെ മറ്റു വിധത്തിലൊന്നും കാണുന്നില്ല. ഒരു സുഹൃത്തിനെ പോലെ അടുത്തുനിന്ന് സ്നേഹിച്ച് ബൈബിൾ ഭാഗം പറയുന്നത് അവനെ കടാക്ഷിച്ചുകൊണ്ടാണ് തിരുത്തുന്നത്. ഈ ഒരു സമീപന രീതി, പ്രിയമുള്ള സഹോദരങ്ങളെ, ഈ ചെറുപ്പക്കാരുമായും നമ്മുടെ മക്കളുമായി ബന്ധപ്പെട്ട അവരുടെ വളർച്ചയിൽ, അവരുടെ പരിശീലനത്തിൽ ബന്ധപ്പെട്ട് നിൽക്കുന്ന എല്ലാവരും കാണിക്കണം. പണ്ട് മാതാപിതാക്കൾ എന്ന നിലയിൽ മക്കളെല്ലാവരും മാതാപിതാക്കളെ ബഹുമാനിച്ചിരുന്നു. മാതാപിതാക്കൾ പറയുന്നത് മുഴുവനും അതിൽ തന്നെ ശരിയാണെന്ന് തന്നെ ധരിച്ചുകൊണ്ട് അതനുസരിച്ചിരുന്നു, ബഹുമാനിച്ചിരുന്നു. കാലം മാറിയപ്പോൾ ഇവർ പറയുന്നതും പ്രവർത്തിക്കുന്നതും തമ്മിൽ അന്തരമുണ്ടോ എന്ന് കുട്ടികൾ ചിന്തിച്ചു തുടങ്ങിയിട്ടുണ്ട്. കാര്യകാരണ സഹിതവരെ ബോധ്യപ്പെടുത്തേണ്ടതുണ്ട്, സ്നേഹപൂർവ്വം തിരുത്തേണ്ടതുണ്ട്. ഈ ഒരു ശൈലി ഒരു സുഹൃത്തിനെ പോലെ, ഒരു സ്നേഹിതനെ പോലെ, സ്നേഹിതയെ പോലെ ഈ യുവജനങ്ങളുമായി ബന്ധപ്പെട്ട പരിശീലനത്തിലും വളർച്ചയിലും നമ്മുടെ മനോഭാവങ്ങളിൽ മാറ്റങ്ങൾ, സ്നേഹപൂർവമായ ശൈലി മാറ്റങ്ങൾ ഉണ്ടാകുമ്പോൾ ഈ യുവജനങ്ങൾക്ക് വെല്ലുവിളികളെ നേരിടാനായിട്ട് കഴിയും. ഈ ഒരു സമീപനം ഈശോ സ്വീകരിച്ച ഈ യുവാവിനോട് സ്വീകരിച്ച ശൈലി നമ്മുടെ ജീവിതത്തിലും നമുക്ക് അന്വർത്ഥമാക്കാം. ഈശോ അവിടെ കൊണ്ട് അവസാനിപ്പിക്കുന്നില്ല. നിത്യജീവിതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഈ ചെറുപ്പക്കാരനെ പഠിപ്പിക്കുന്നത്. അപ്പോൾ നമ്മുടെ മക്കളെ പഠിപ്പിക്കേണ്ടത്, ഒരുപക്ഷെ നമ്മൾ ഓരോരുത്തരും ചിന്തിക്കുന്നത് നല്ലൊരു ജോലി വേണം, നല്ലൊരു വീട് വേണം, സുഖ സൗകര്യങ്ങൾ വേണം, ആ തരത്തിൽ വേണം നിങ്ങൾ ചിന്തിക്കാൻ, എങ്ങനെയെങ്കിലും പണമുണ്ടാക്കണം എന്ന് നമ്മൾ പോലും, നമ്മുടെ മാതാപിതാക്കളായ മുതിർന്നവരായ നമ്മൾ പോലും ചിന്തിക്കുന്നു. നമ്മുടെ മക്കളെ നമ്മൾ ആ രീതിയിൽ പഠിപ്പിക്കുന്നുണ്ട്, പറയുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിന്റെ ഗോള്, നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യം എന്തായിരിക്കണം? ഈ ലോകം എന്നതുകൊണ്ട് മാത്രം അവസാനിക്കുന്ന ഒരു ജീവിതമാണോ നമ്മുടേത്? അല്ല എന്ന് വചനം പറയുന്നു. ഈശോ മിശിഹാ പഠിപ്പിച്ചിട്ടുള്ള കാര്യം നമുക്കറിയാം. ഈ ലോകം കൊണ്ട് തീരുന്നില്ല നമ്മുടെ ജീവിതം. നിത്യജീവിതത്തിലേക്കുള്ള യാത്രയിലാണ് നമ്മുടെ ഈ ലോക ജീവിതത്തിൽ. അപ്പോൾ ഈ ലോക ജീവിതം കൊണ്ട് അവസാനിക്കുന്നതല്ല എന്നും നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യം ഇവിടമല്ല എന്നും, അതുകൊണ്ട് തന്നെ ഈ ഒരു മുഖ്യ സ്ഥാനം പണത്തിനും സ്ഥാനമാനങ്ങൾക്കും അപ്പുറത്തേക്ക് നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യങ്ങൾ സ്വർഗരാജ്യമാണെന്നുള്ള കാര്യങ്ങൾ പറയേണ്ടത് നമ്മൾ ഓരോരുത്തരുമാണ്. അതുകൊണ്ടാണല്ലോ ഈശോ ഈ ചെറുപ്പക്കാരനെ പഠിപ്പിച്ചത്, നിത്യജീവിതത്തിലേക്ക് വേണ്ട ആവശ്യമായിട്ടുള്ള കാര്യം നീ ഈ പണമെടുത്ത് പങ്കുവെച്ച് മറ്റുള്ളവർക്ക് കൊടുത്ത് നീ എന്നെ അനുഗമിക്കുവാൻ സന്നദ്ധനാവുക എന്ന് പറയുമ്പോൾ ഈ പണത്തോട് അമിതമായ ഒരു അഭിനിവേശം എല്ലാവർക്കുമുണ്ട്. അത് ചെറുപ്പക്കാർക്ക് മാത്രമല്ല, മുതിർന്നവർക്കുമുണ്ട്. അപ്പോൾ ഏത് കാര്യങ്ങളിലും നമ്മൾ നമ്മുടെ മനസ്സമിതമായി നമ്മൾ വയ്ക്കുമ്പോൾ അവിടെ നമ്മുടെ സമർപ്പണം കുറയുന്നു, നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യം പിന്നോട്ട് പോകുന്നു, സ്വർഗരാജ്യത്തിൽ എത്താനുള്ള തടസ്സങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു. അതുകൊണ്ടാണ് ചെറുപ്പക്കാരൻ തിരികെ പോയത്. അപ്പോൾ നമ്മുടെ മക്കളോട് നമ്മൾ പറയേണ്ട കാര്യം, അവരുടെ ജീവിതത്തിന്റെ ലക്ഷ്യം എന്താണെന്ന് പഠിപ്പിക്കുക, അവരെ അതിലേക്ക് വഴി നടത്തുക,
അതിനുള്ള ലക്ഷ്യമനുസരിച്ചുള്ള മാർഗങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കുക, അതിലൂടെ സഞ്ചരിക്കാൻ വഴികൾ തുറന്നു കൊടുക്കുക. വലിയൊരു റോളാണ് നമുക്കെല്ലാവർക്കും ഈ നമ്മുടെ മക്കളുടെ മുന്നിൽ നമ്മൾ നൽകേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ. ലക്ഷ്യവും മാർഗവും സ്വർഗരാജ്യത്തെ സംബന്ധിക്കുന്ന മൂല്യങ്ങളിൽ അധിഷ്ഠിതമായ ഒരു ജീവിതം കെട്ടിപ്പടുക്കുമ്പോൾ കുടുംബത്തിൽ, വ്യക്തിയിൽ സ്വാഭാവികമായി വളർച്ചയുണ്ടാവും. മൂല്യങ്ങളിൽ നമ്മൾ അടിസ്ഥാനമില്ലാതെ വന്നു കഴിഞ്ഞാൽ വിദ്യാഭ്യാസം കൊണ്ടോ പണം കൊണ്ടോ പ്രയോജനമില്ലാതാകും. അപ്പോൾ മൂല്യത്തിൽ അടിസ്ഥാനമിട്ട് ആ മൂല്യങ്ങളിലൂടെ ഒരാൾ വളർന്നു വരുമ്പോൾ നല്ല വിദ്യാഭ്യാസത്തിലൂടെ എത്തും, നല്ല രീതിയിൽ ഉയർച്ചകളുണ്ടാകും. അപ്പോൾ മൂല്യം നഷ്ടപ്പെടുത്തിക്കൊണ്ട് മറ്റ് കാര്യങ്ങളിലേക്ക് ശ്രദ്ധ നമ്മൾ വയ്ക്കുമ്പോൾ നമുക്ക് പരാജയങ്ങൾ ഉണ്ടാവും, തലമുറ മോശമായി പോകും. അപ്പൊ ആ തരത്തിൽ ഇന്നത്തെ തിരുവചനത്തിന്റെ ചൈതന്യത്തിനനുസരിച്ച് യുവജന സമീപനങ്ങളും നമ്മൾ ഓരോരുത്തരും നമ്മുടെ മക്കളെ ദൈവരാജ്യത്തിന് യോജിക്കുന്ന വിധത്തിൽ വളർത്തുവാനും നമുക്ക് ഈ അവസരത്തിൽ ശ്രദ്ധിക്കാം. അതാണ് ഈ തിരുവചനം പറയുന്നത്. ലേഖനഭാഗം പൗലോസ്ലീഹ കൊറിന്തോസിലെ സഭയ്ക്ക് എഴുതിയ 1-ാം ലേഖനം 9-ാമത്തെ അധ്യായം 24 മുതൽ 27 വരെയുള്ള തിരുവചനങ്ങളാണ്. അവിടെ യുദ്ധക്കളവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണല്ലോ പറയുന്നത്. ഒരു യുദ്ധം ചെയ്യലാണ്. ഒരു പടയാളി എങ്ങനെ യുദ്ധക്കളത്തിൽ സന്നാഹങ്ങളോടുകൂടി ഒരുക്കത്തോടുകൂടി നിലനിൽക്കുന്നുവോ അതുപോലെ ജീവിതത്തിലെ ആ സമരത്തിൽ നമ്മൾ ഓരോരുത്തരും സ്വർഗരാജ്യത്തെ സംബന്ധിക്കുന്ന ഈ ലോക ജീവിതത്തിന്റെ യാത്ര എന്ന് പറയുന്നത് ഒരു സമരമുഖം പോലെ കാണണം. അവിടെ പടയാളി ഓരോ ദിവസവും എക്സസൈസുകൾ എടുത്ത് ആത്മനിയന്ത്രണം പാലിച്ച് അച്ചടക്കം പാലിച്ച് അവർ മുന്നോട്ടു പോകുമ്പോൾ അവർക്ക് വിജയിക്കാൻ പറ്റുന്നു എന്നുള്ള ചിന്ത യുവജനങ്ങളോടുള്ളതാണ്. ലാഘവ ബുദ്ധിയോടുകൂടി ആരെങ്കിലും ജീവിതത്തെ സമീപിച്ചാൽ വിജയിക്കാൻ സാധിക്കുകയില്ല. കഠിനാധ്വാനം ചെയ്യുന്നവർക്കും ആത്മനിയന്ത്രണം പാലിക്കുന്നവർക്കും അതുപോലെ തന്നെ ജീവിതത്തിലെ ലക്ഷ്യമനുസരിച്ച് പോകുന്നവർക്ക് മാത്രമേ നിരന്തരമായ അഭ്യാസത്തിലൂടെ മാത്രമേ ജീവിതത്തിൽ വിജയിക്കുവാനായിട്ട് സാധിക്കുന്നു എന്നാണ് ഈ ലേഖനഭാഗത്തിലൂടെ പൗലോസ്ലീഹ പറയുന്നത്. ഈ നമ്മുടെ ഓരോരുത്തരും പ്രിയമുള്ള യുവാക്കന്മാരെ, പ്രിയമുള്ള കുട്ടികളെ, ഈ ഒരു അച്ചടക്കം, കഠിനാധ്വാനം നമ്മുടെ രാജ്യത്തിന്, നമ്മുടെ കുടുംബത്തിന്, സഭയ്ക്കൊക്കെ ആവശ്യമാണ്. അച്ചടക്കമില്ലാതെ, കഠിനാധ്വാനമില്ലാതെ ജീവിതത്തിൽ പുരോഗതി പ്രാപിക്കാൻ സാധിക്കുകയില്ല. ആത്മീയ ജീവിതത്തിലും അതുതന്നെയാണ്. സ്ഥിരമായ ഉത്സാഹം പ്രാർത്ഥനയുടെ കാര്യത്തിലും കൂദാശകളുടെ സ്വീകരണത്തിലും മൂല്യങ്ങൾ ജീവിതത്തിൽ പാലിക്കുന്നതിലുമൊക്കെ സ്ഥിരമായ ചിട്ടയായ ക്രമം ജീവിതത്തിൽ പാലിക്കുന്നവർക്ക് മാത്രമേ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും വളർച്ചയും പുരോഗതിയും ഒക്കെ കൈവരുത്താൻ സാധിക്കുകയുള്ളൂ. നമുക്കതിനായിട്ട് ചിന്തിക്കാം, തീരുമാനങ്ങൾ എടുക്കാം. നമ്മുടെ ജീവിതത്തിൽ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ദശാംശം സമ്പത്ത് സൂക്ഷിച്ചു വെക്കേണ്ടതല്ല, വർദ്ധിപ്പിക്കേണ്ടതും പങ്കുവെക്കേണ്ടതുമാണ്. ഇന്ന് നിങ്ങളുടെ മാതാപിതാക്കൾ നിങ്ങൾക്ക് വേണ്ടി സമർപ്പിച്ചിട്ടുള്ളവരാണ്. അവരൊന്നും ദശാംശത്തെക്കുറിച്ച് ഒരിക്കലും ചിന്തിച്ചിരുന്നവരല്ല. ഇത്ര ശതമാനം മക്കൾക്ക് വേണ്ടി മാറ്റിവെച്ചുകൊള്ളാമെന്നൊന്നും അവരാരും ചിന്തിച്ചിരുന്നില്ല. മറിച്ച് ജീവിതത്തെ തന്നെ പൂർണ്ണമായും 100% സമർപ്പിച്ചവരാണ്. നിങ്ങളുടെ വളർച്ചയ്ക്ക് വേണ്ടി, പുരോഗതിക്ക് വേണ്ടി, വിദ്യാഭ്യാസത്തിന് വേണ്ടി എല്ലാം പൂർണ്ണമായി ദശാംശമില്ലാതെ ആ ഒരു കണക്കുകളൊന്നും ബോധ്യപ്പെടുത്താതെ തങ്ങളെ തന്നെ സമർപ്പിച്ചവരാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിന്റെ സമയം, ജീവിതത്തിന്റെ സമ്പത്ത് ഒരുപക്ഷെ ദശാംശം എന്ന നിലയിലാണെങ്കിൽ കൂടിയും മാതാപിതാക്കൾക്ക് കൊടുക്കേണ്ടിയിരിക്കുന്നു. പണമായിട്ടും സ്നേഹമായിട്ടും കരുതലായിട്ടും സാന്നിധ്യമായിട്ടും അവരുടെ വാർദ്ധക്യത്തിൽ എല്ലാ മക്കൾക്കും ഒരു ചുമതലയുണ്ട്. അപ്പോൾ ഈ ഒരു ദശാംശം എന്ന് മക്കൾ ചിന്തിക്കുന്നെങ്കിൽ നമ്മൾ ഓർക്കണം, അവർ സമർപ്പിക്കുകയായിരുന്നു ചെയ്തത്. 100% സമർപ്പിച്ചിടത്ത് ഇന്ന് കൃത്യമായ ദശാംശങ്ങളെങ്കിലും കൊടുക്കാൻ നമുക്ക് കഴിയണം. അത് ഞാൻ ഈ പറഞ്ഞ വിധത്തിൽ പല വിധത്തിലൂടെ, ആശ്വാസവചനങ്ങളിലൂടെ, സംരക്ഷണത്തിലൂടെ, സ്നേഹത്തിലൂടെ, പ്രാർത്ഥനയിലൂടെ ഒക്കെ കൊടുക്കുമ്പോൾ ഈ ഒരു ഉത്തരവാദിത്വം നിർവഹിക്കപ്പെടുകയാണ്. നമുക്കതിനായിട്ട് പ്രാർത്ഥിക്കാം. നമ്മൾ ഓരോരുത്തരും ഈ യുവജന സൗഹൃദപരമായ പെരുമാറ്റം, മക്കളെ വളർത്തേണ്ട, എങ്ങോട്ട് വളർത്തണം, എങ്ങോട്ട് അവർ പോകണം, അവരുടെ ലക്ഷ്യം എന്തായിരിക്കണം എന്ന ചെറുപ്പക്കാരനോട്
സുവിശേഷത്തിലൂടെ ഈശോ പറഞ്ഞ കാര്യങ്ങൾ പഠിപ്പിക്കേണ്ട ചുമതല നമുക്ക് ഓരോരുത്തർക്കുമാണ്. അതിൽ വീഴ്ച ഉണ്ടാവാതെയും വെള്ളം ചേർക്കാതെയും നമുക്ക് നൽകാം. അതിന് നമ്മുടെ സമീപന രീതി ഈശോയെ പോലെ സ്നേഹപൂർവ്വം അടുത്തു നിർത്തി കുറ്റപ്പെടുത്താതെ സുഹൃത്തിനെ പോലെ ആയിരിക്കാനും ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മളെല്ലാവരും ഈ ജെറൂസലമിലേക്കുള്ള ഒരു യാത്രയിലാണ്. ആ ഒരു പടക്കളത്തിലാണ്. ഒരു അഭ്യാസിയെ പോലെ, ഒരു പടയാളിയെ പോലെ ആത്മീയ ജീവിതത്തിന്റെ സമരങ്ങളിലാണ്. ആത്മീയ ജീവിതത്തിന്റെ സമരങ്ങളിലായിരിക്കുമ്പോൾ ശരീരത്തിന്റെയും ആത്മാവിന്റേതുമായ പ്രലോഭനങ്ങൾ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായിട്ടുണ്ടാകും. അവിടെ പ്രാർത്ഥന കൊണ്ടും കൗദാശിക ജീവിതം കൊണ്ടും ത്യാഗം കൊണ്ടുമൊക്കെയാണ് നമുക്കതിനെ അതിജീവിക്കാനായിട്ട് കഴിയുന്നത്. നമ്മുടെ മനുഷ്യപ്രകൃതിയെ ദൈവത്തിന്റെ മുന്നിൽ നമുക്ക് ഈ വിശുദ്ധ കുർബാനയിൽ സമർപ്പിച്ചുകൊണ്ട് സന്തോഷത്തോടെ ഈശോയിലേക്ക് നമുക്ക് യാത്ര ചെയ്യാം. ചെറുപ്പക്കാരൻ തിരിച്ചു പോയതുപോലെ അല്ല നമ്മൾ പോകേണ്ടത്. ഈശോയിലേക്കുള്ള യാത്രയായിരിക്കണം ഉണ്ടാവേണ്ടത്. ചെറുപ്പക്കാരൻ ഈശോയിൽ നിന്ന് പിന്തിരിഞ്ഞു പോയി എങ്കിൽ നമുക്ക് ഈശോയിലേക്ക് കടന്നു വരാം. ഈശോയിലേക്ക് നോക്കി യാത്ര ചെയ്യാം. ഈശോയോടൊത്ത് യാത്ര ചെയ്യാം. ആ സന്തോഷവും സമാധാനവും നമുക്ക് അനുഭവിക്കാം. അതിവിശുദ്ധ കുർബാനയിലൂടെ അതിനുള്ള കൃപ നമുക്ക് ഓരോരുത്തർക്കും ഈശോ നമുക്ക് പ്രദാനം ചെയ്യട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. നമുക്കെല്ലാവർക്കും സന്തോഷത്തിനും ഭക്തിയോടും കൊടുത്തുന്ന കർത്താവേ, നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു എന്നേറ്റ് പറയാം. കർത്താവേ, നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഇവരെന്റെ പ്രിയപുത്രനാകുന്നു എന്ന് പിതാവിൽ നിന്ന് സാക്ഷ്യം ലഭിച്ച മിശിഹായേ, കർത്താവുമായി നിന്നെ ഏറ്റു പറയുവാൻ നിന്റെ സഭയെ അനുഗ്രഹിക്കണമെന്ന്. കർത്താവേ, നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ദാസന്റെയും ബാബയുടെയും രൂപം ധരിച്ച മിശിഹായേ, വിനീതമായ സേവനത്തിന് താങ്കളെ തന്നെ പ്രതിഷ്ഠിക്കുവാൻ ഞങ്ങളുടെ പരിശുദ്ധ പിതാവ് മാർ ഫ്രാൻസിസ് പാപ്പായെയും ഞങ്ങളുടെ സഭാധ്യക്ഷനും പിതാവുമായ മാർ ജോർജ് അതിശേഷം മെത്രാപ്പൊലീത്തായെയും മാർ മാത്യു മെത്രാപ്പൊലീത്തായെയും മാർ ജോസഫ് മെത്രാനെയും മറ്റെല്ലാ മെത്രാന്മാരെയും അനുഗ്രഹിക്കണമെന്ന്. കർത്താവേ, നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. യോഹന്നാനിൽ നിന്ന് മാമോദിസ സ്വീകരിച്ചുകൊണ്ട് സകല നീതിയും പൂർത്തിയാക്കിയും മിശിഹായെയും ഞങ്ങൾക്ക് നൽകപ്പെട്ട പുത്രസ്വീകരണത്തിന്റെ അരുവിയിൽ അയൽക്കാരെ സ്നേഹിക്കുവാനും ദുഃഖിതരെ ആശ്വസിപ്പിക്കുവാനും ഞങ്ങളെ ശക്തരാക്കണമെന്ന്. കർത്താവേ, നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഒരു കർത്താവും ഒരു വിശ്വാസവും ഒരു മാമോദിസയും ഏറ്റുപറഞ്ഞുകൊണ്ട് എല്ലാ ക്രിസ്തീയ സഭാ വിഭാഗങ്ങളും ഒന്നായി തീരുവാൻ ഇടയാക്കണമെന്ന്. കർത്താവേ, നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. നിന്റെ മുന്നോടിയായ യോഹന്നാനെ പോലെ ഞങ്ങൾ സത്യത്തിന്റെ സാക്ഷികളും പരിത്യാഗത്തിന് മാതൃകമായി തീരുവാൻ അനുഗ്രഹിക്കണമെന്ന്. കർത്താവേ, നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. നമുക്കെല്ലാവർക്കും നമ്മെ ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. കാരുണ്യവാനായ കർത്താവേ, ലോകരക്ഷയ്ക്കായി മനുഷ്യനായി അവതരിക്കുകയും മാമോദിസ വഴി നിന്റെ മഹത്വം ഞങ്ങൾക്ക് വെളിപ്പെടുത്തുകയും ചെയ്തുവല്ലോ. ജനകാലത്തും ഞങ്ങൾ ആത്മാവിന്റെ വരദാനങ്ങളാൽ നിറയട്ടെ. മാമോദിസായുടെ ഫലങ്ങൾ ധാരാളമായി പുറപ്പെടുവിക്കുവാനും നിനക്ക് സജീവ സാക്ഷ്യം വഹിക്കുവാനും ഞങ്ങളെ ശക്തരാക്കണമേ. സകലത്തിന്റെയും നാഥ എന്നേക്കും. ആമേൻ. കർത്താവിൽ ഞാൻ ദൃഢമായി ശരണപ്പെട്ടു. അതുപോലാത്മജനം
ദിവ്യറുഖായ്ക്കും സ്തുതിയെന്നും ദൈവാംബികയെയും മാർയൗസേപ്പിനെയും സാദരമൂർത്തിയിടാ പാവനമീ ബലിയിൽ സർവരുമൊന്നായി പാടിയിടട്ടെ ആമേനാമേൻ. മാർത്തോമായെയും നിണസാക്ഷികളെയും സൽക്കർമ്മികളെയും ബലിയിലോർത്തിടാ നമ്മുടെ കൂടെ ബലവാന കർത്താവെന്നേക്കും രാജാവാം ദൈവം നമ്മോടൊത്തെന്നും യാക്കോബിൻ ദൈവം നമ്മുടെ കൂടെയെന്നും ചെറിയവരെല്ലാം വലിയവരൊപ്പം കാത്തുവസിക്കുന്നു മൃതരെല്ലാരും നിൻ മഹിതോത്ഥാനത്തിൽ ശരണം തേടുന്നു ഉദ്ധിതരായിടുവാ തിരുസന്നിധിയിൽ ഹൃദയഗതങ്ങൾ ചൊരിയുവിനെന്നേക്കും നോമ്പും പ്രാർത്ഥനയും പശ്ചാത്താപവുമായി ദൈവത്തെ മോദാം നിത്യം വാഴ്ത്തിടാം. സർവശക്തനും പിതാവുമായ ഏകദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൃശ്യവും അദൃശ്യവുമായ സകലത്തിന്റെയും സൃഷ്ടാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സകല സൃഷ്ടികൾക്കുമുള്ള അധിജാതനും യുഗങ്ങൾക്കെല്ലാം മുമ്പ് പിതാവിൽ നിന്ന് ജനിച്ചവനും എന്നാൽ സൃഷ്ടിക്കപ്പെടാത്തവനും ഏകകർത്താവുമായ ഈശോ മിശിഹായിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. അവിടുന്ന് സത്യദൈവത്തിൽ നിന്നുള്ള സത്യദൈവവും പിതാവിനോടുകൂടി സത്യവുമാകുന്നു. അവിടുന്ന് വഴി പ്രപഞ്ചം സംവിധാനം ചെയ്യപ്പെടുകയും എല്ലാം സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു. മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗ്ഗത്തിൽ നിന്നിറങ്ങി പരിശുദ്ധാത്മാവിനാൽ കന്യകാമറിയത്തിൽ നിന്ന് ശരീരം സ്വീകരിച്ച് മനുഷ്യനായി പിറന്നു. പന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിക്കുകയും സ്ത്രീവായി തലക്കപ്പെട്ട് മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ മൂന്നാം ദിവസം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. അവിടുന്ന് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി പിതാവിന്റെ വലത് ഭാഗത്തിരിക്കുന്നു. മരിച്ചവരെയും ജീവിക്കുന്നവരെയും വിധിക്കുവാൻ അവിടുന്ന് വീണ്ടും വരുവാനിരിക്കുന്നു. പിതാവിൽ നിന്ന് പുത്രനിൽ നിന്ന് പുറപ്പെടുന്ന സത്യാത്മാവും ജീവദാതാവുമായ ഏകപരിശുദ്ധാത്മാവിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. ഏകവും പരിശുദ്ധവും ലൈംഗികവും സാർവത്രികവുമായ സഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനത്തിനുള്ള ഏകമാമോദീസായും ശരീരത്തിന്റെ ഉയർപ്പും നിത്യായുസ്സും ഞങ്ങൾ ഏറ്റുപറയുകയും ചെയ്യുന്നു. ആമേൻ. സ്ഥലത്തിന്റെയും നാഥനായ ദൈവം തന്റെ സ്തുതികൾ ആലപിക്കുവാൻ നിന്നെ ശക്തനാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മുടെ കൂടെ.
പാകിസ്ഥാന്മാരുമായ നമ്മുടെ പിതാക്കന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷകർ എന്നിവരുടെയും ബ്രഹ്മചാരികളുടെയും കന്യകളുടെയും നമ്മുടെ മാതാപിതാക്കന്മാർ, പുത്രപുത്രന്മാർ, സഹോദരി സഹോദരിമാർ എന്നിവരുടെയും ഓർമ്മയാച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. ഈശോയുടെ സ്നേഹത്തിൽ വിശ്വാസികളുമായ എല്ലാ ഭരണകർത്താക്കളെയും സത്യത്തെ മരിച്ച് ഈ ലോകത്തിന് വേറുപെട്ടുപോയ എല്ലാവരും അനുസരിക്കുകയും ഈശോയുടെ കൃപയാൽ ഈ വിളി നമുക്ക് സഹത്തിന് രക്ഷിക്കും ശരീരത്തിനും നിത്യജീവനും കാണുമാട്ടെ. കർത്താവേ, ആശീർവദിക്കണമേ. എന്റെ സഹോദരരെ, കൃപാനി എന്റെ കരങ്ങൾ വഴി ബോധ്യമാകുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവേ. സകലത്തിലെയും നാഥനായ ദൈവം തന്റെ അഭീഷ്ടം നിറവേറ്റുവാൻ നമ്മെ ശക്തരാക്കട്ടെ. ഈ കുർബാന അവിടുന്ന് സ്വീകരിക്കട്ടെ. അങ്ങേക്കും ഞങ്ങൾക്കും ലോകം മുഴുവനും വേണ്ടി അങ്ങ് സമർപ്പിക്കുന്ന ഈ ബലിയിൽ അവിടുന്ന് സംപ്രീതനാവുകയും ചെയ്യട്ടെ. ആമേൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ മേൽ വർഷിച്ച സമൃദ്ധമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ അഭിഷിക്തന്റെ ശരീരരക്തങ്ങളാകുന്ന ദിവ്യരഹസ്യങ്ങളുടെ ശുശ്രൂഷകരാകുവാൻ എളിയവരും പാപികളുമായിരുന്നിട്ടും ഞങ്ങളെ അങ്ങ് കാരുണ്യാതിരേകത്താൽ യോഗ്യരാക്കി. അങ്ങ് നൽകി ദാനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും കൂടെ പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. സഹോദരരെ, മിശിഹയുടെ സ്നേഹത്തിൽ നിങ്ങൾ സമാധാനം ആശംസിക്കുവിൻ. നമുക്കെല്ലാവർക്കും അനുതാപത്തിനും വിശുദ്ധിയോടും കൂടെ കർത്താവ് നിന്ന് പറയുകയും അവിടുത്തെ വിളിച്ചപേക്ഷിക്കുകയും ചെയ്യാം. നിങ്ങൾ ആദരവോടെ നിന്ന് എവിടെ അനുഷ്ഠിക്കപ്പെടുന്നവയും സൂക്ഷിച്ചപേക്ഷിക്കുവിൻ. വൈവദീനമായ രഹസ്യങ്ങൾ കൂതാശ ചെയ്യപ്പെടുന്നു. പുരോഹിതൻ തന്റെ മാധ്യസ്ഥം വഴി സമാധാനം സമൃദ്ധമാകുന്നതിനു വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നു. കണ്ണുകൾ താഴ്ത്തി വിചാരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി നിശബ്ദരായി ഏകാഗ്രതയുടെ വ്യക്തിയോടും കൂടെ നിങ്ങൾ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. കർത്താവിൻ കൃപയും ദൈവപിതാവിൻ സ്നേഹമതും ഗോഘാതൻ സഹവാസഭൂമി നമ്മോടൊത്തുണ്ടാകട്ടെ. ഉയരങ്ങളിലേക്കുയരട്ടെ ഹൃദയവികാര വിചാരങ്ങൾ, ഉയരങ്ങളിലേക്കുയരട്ടെ ഹൃദയവികാര വിചാരങ്ങൾ. അഖില ജരാജര കർത്താവാം ദൈവത്തിനു ബലിയർപ്പിപ്പോ. പരിശുദ്ധാത്മാവുമായ സർവേശ്വര, അങ്ങയുടെ മഹത്വമേറിയ ത്രിത്വത്തിന്റെ ആരാധ്യമായ നാമം എല്ലാ അധരങ്ങളിൽ നിന്ന് സ്തുതിയും എല്ലാ നാവുകളിൽ നിന്ന് കൃതജ്ഞതയും എല്ലാ സൃഷ്ടികളിൽ നിന്ന് പുകഴ്ചയും അർഹിക്കുന്നു.
എന്തുകൊണ്ടെന്നാൽ അങ്ങ് ലോകത്തെയും അതിലുള്ള സകലത്തെയും കനിവോടെ സൃഷ്ടിക്കുകയും മനുഷ്യവംശത്തോട് അളവറ്റ കൃപ കാണിക്കുകയും ചെയ്തു. സ്വർഗവാസികളുടെ ആയിരങ്ങളും മാലാഖമാരുടെ 10,000-ങ്ങളും മഹോന്നതനായ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. അഗ്നിമയന്മാരും അരുവികളുമായ സ്വർഗീയ സൈന്യങ്ങൾ അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധരും അരുവികളുമായ ക്രോവന്മാരോടും ശ്രാപ്പന്മാരോടും ചേർന്ന് നാഥനായ അങ്ങേക്ക് അവർ ആരാധന സമർപ്പിക്കുന്നു. സ്വരത്തിലവർ തിരുസന്നിധിയിൽ അനവരതം സ്തുതിഗീതങ്ങൾ പാടുന്നു, സ്തുതിഗീതങ്ങൾ പാടുന്നു. ദൈവം നിത്യമഹത്വത്തിൻ കർത്താവെന്നും പരിശുദ്ധൻ, ബലവാനീശൻ പരിശുദ്ധൻ, മണ്ണും വിണ്ണും നിറയുന്നു. മന്നവനവരുടെ മഹിമകളാ ഉന്നത വീതിയിലോശാന, ദാവീദിൻ സുതനോശാന, കർത്താവിൻ തിരുനാമത്തിൽ വന്നവനും യുഗരാജാവാം വീണ്ടും വരുവോനും ധന്യൻ. ഉന്നതവീതിയിലോശാന, കർത്താവായ ദൈവമേ, സ്വർഗീയ ഗണങ്ങളോടുകൂടെ അങ്ങേക്കു ഞങ്ങൾ കൃതജ്ഞത സമർപ്പിക്കുന്നു. അങ്ങയിൽ മറഞ്ഞിരിക്കുന്ന ആത്മജാതനും അങ്ങയോട് സദൃശനും അങ്ങയിൽ നിന്നുള്ള പ്രകാശവും അങ്ങയുടെ സത്തയുടെ പ്രതിച്ഛായമായ വചനമാകുന്ന ദൈവത്തെ ഞങ്ങൾ വാഴ്ത്തുന്നു. അങ്ങയോടുള്ള സമാനത നിലനിർത്തേണ്ട കാര്യമായി പരിഗണിക്കാതെ അവിടുന്ന് തന്നെ ശൂന്യനാക്കിയ ദാസന്റെ രൂപം സ്വീകരിച്ച് വിവേകവും ബുദ്ധിയുമുള്ള മർത്യമായ ആത്മാവോടും മർത്യമായ ശരീരത്തോടും കൂടെ പരിപൂർണ മനുഷ്യനായി സ്ത്രീയിൽ നിന്ന് ജാതനായി നിയമത്തിനധീനരായവരെ ഉദ്ധരിക്കുവാൻ നിയമത്തിന് വിധേയനാവുകയും ഞങ്ങളുടെ രക്ഷയുടെ സ്മാരകം ഏർപ്പെടുത്തുകയും ചെയ്തു. രക്ഷാകരമായ രഹസ്യം തിരുസന്നിധിയിൽ ഞങ്ങൾ അർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിന്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധ്യനായ പിതാവേ അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി നിങ്ങൾക്കു വേണ്ടി വിഭജിക്കപ്പെടുന്ന എന്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവേൻ. പ്രകാരം തന്നെ കാസയും എടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി അനേകർക്കു വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിലെ എന്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവേൻ. ഞാനീ ചെയ്തത് നിങ്ങൾ എന്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവേൻ. കർത്താവേ, നീ ഞങ്ങളോട് കൽപ്പിച്ചതുപോലെ എളിയവരും ബലഹീനരും ആകുലരുമായി ദാസർ നിന്റെ തിരുസന്നിധിയിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്നു. നന്ദി പ്രകാശിപ്പിക്കുവാൻ കഴിയാത്ത വിധം അത്ര വലിയ അനുഗ്രഹമാണ് നീ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. നിന്റെ ദൈവിക ജീവന് ഞങ്ങളെ പങ്കുകാരാക്കുവാൻ നീ ഞങ്ങളുടെ മനുഷ്യ സ്വഭാവം സ്വീകരിക്കുകയും അധപതിച്ചു പോയി ഞങ്ങളെ സമുദ്ധരിക്കുകയും മൃതരായി ഞങ്ങളെ ജീവിപ്പിക്കുകയും ചെയ്തു.
പാപികളായി ഞങ്ങളെ കടങ്ങൾ ക്ഷമിച്ച് വിശുദ്ധീകരിച്ചു. ഞങ്ങളുടെ ബുദ്ധിക്ക് പ്രകാശം നൽകി ഞങ്ങളുടെ ശത്രുക്കളെ പരാജിതരാക്കി. ഞങ്ങളുടെ ബലഹീനമായ പ്രകൃതിയെ നിന്റെ സമൃദ്ധമായ അനുഗ്രഹത്താൽ മഹത്വമണിയിക്കുകയും ചെയ്തു. നീ ഞങ്ങൾക്ക് നൽകിയ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ നിനക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഹൃദയം കൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മുടെ കൂടെ. കർത്താവേ, ശക്തനായ ദൈവമേ, പ്രധാനാചാര്യനും സാർവത്രിക സഭയുടെ തലവനും ഭരണാധികാരിയുമായ റോമായിലെ മാർ ഫ്രാൻസിസ് പാപ്പായ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ സഭയുടെ പിതാവും തലവനുമായ മേജർ ആർച്ച് ബിഷപ്പ് മാർ ജോർജ് മെത്രാപ്പോലിത്തായ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ അതിരൂപതാധ്യക്ഷനായ മാർ മാത്യു മെത്രാപ്പോലിത്തായ്ക്ക് വേണ്ടിയും പുരോഹിതന്മാർ, സമർപ്പിതരന്മായ പ്രേക്ഷിതർ എന്നിവർക്ക് വേണ്ടിയും വിശുദ്ധ കത്തോലിക്കാ സഭ മുഴുവന് വേണ്ടിയും ഭരണകർത്താക്കൾ, മേലധികാരികൾ എന്നിവർക്ക് വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. കർത്താവേ, കുർബാന സ്വീകരിക്കണമേ. എല്ലാ പ്രവാചകന്മാരുടെയും സ്ലിഹന്മാരുടെയും രക്തസാക്ഷികളുടെയും അന്തകരുടെയും ബഹുമാനത്തിനു വേണ്ടിയും അങ്ങയുടെ സന്നിധിയിൽ പ്രീതിജനകമായ വിധം വർദ്ധിച്ച നീതിമാന്മാരും വിശുദ്ധരുമായ എല്ലാ പിതാക്കന്മാർക്ക് വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. കർത്താവേ, കുർബാന സ്വീകരിക്കണമേ. ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരുമായ എല്ലാവർക്കും വേണ്ടിയും ഞങ്ങളുടെ ഇടയിൽ നിന്ന് അങ്ങയുടെ നാമത്തിൽ വേർപിരിഞ്ഞു പോയ എല്ലാ മരിച്ചവർക്ക് വേണ്ടിയും അങ്ങയുടെ കാരുണ്യത്തെ പ്രത്യാശാപൂർവം കാത്തിരിക്കുന്ന ഈ ജനത്തിനു വേണ്ടിയും അയോഗ്യനായ എനിക്ക് വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. കർത്താവേ, കുർബാന സ്വീകരിക്കണമേ. കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ നിർമ്മലവും വിശുദ്ധവുമായ ബലിപീഠത്തിന്മേൽ അങ്ങയുടെ അഭിഷിക്തന്റെ ശരീരരക്തങ്ങൾ ഞങ്ങൾ അർപ്പിക്കുന്നു. ഈ ഓർമ്മയാചരണത്തിൽ ദൈവമാതാവായ കന്യകാമറിയത്തിന്റെയും അങ്ങയുടെ തിരുസന്നിധിയിൽ സംപ്രീതി കണ്ടെത്തിയ നീതിമാന്മാരും വിശുദ്ധരുമായ പിതാക്കന്മാരുടെയും പാവന സ്മരണ അങ്ങയുടെ അവർണ്ണനീയവും സമൃദ്ധവുമായ കൃപയാൽ സംജാതമാക്കണമേ. ജീവിതകാലം മുഴുവനും അങ്ങയുടെ ശാന്തിയും സമാധാനവും ഞങ്ങൾക്ക് നൽകണമേ. അങ്ങ് മാത്രമാണ് യഥാർത്ഥ പിതാവായ ദൈവമെന്നും അങ്ങയുടെ പ്രിയപുത്രനായ ഈശോ മിശിഹായെ അങ്ങ് അയച്ചുവെന്നും ഭൂവാസികളെല്ലാവരും അറിയട്ടെ. ഞങ്ങളുടെ കർത്താവും ദൈവവുമായ മിശിഹാവെന്ന് ജീവദായകമായ സുവിശേഷം വഴി പ്രവാചകന്മാർ, സ്ലീഹന്മാർ, രക്തസാക്ഷികൾ, വന്ദകന്മാർ, വേദപാരംഗതന്മാർ, മെത്രാന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷികൾ എന്നിവർക്ക് വിശുദ്ധ മാമോദീസായുടെ സജീവവും ജീവദായകമായ അടയാളത്താൽ മുദ്രിതരും പരിശുദ്ധ കത്തോലിക്കാ സഭയുടെ സന്താനങ്ങളുമായ എല്ലാവർക്കും ആവശ്യകമായ നിർമ്മല്യത്തിന്റെയും വിശുദ്ധിയുടെയും മാർഗം പഠിപ്പിച്ചുവെന്നും എല്ലാ മനുഷ്യരും അറിയട്ടെ. കർത്താവേ, എളിയവരും ബലഹീനരും ക്ലേശിതരുമായ ദാസരും അങ്ങ് നൽകിയ മാതൃക പരമ്പരാഗതമായി സ്വീകരിച്ച് അങ്ങയുടെ നാമത്തിൽ ഒരുമിച്ച് കൂടി ഇപ്പോൾ തിരുസന്നിധി നിൽക്കുന്നു. ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ ഈശോ മിശിഹായുടെ പീഡാനുഭവത്തിന്റെയും വർണ്ണത്തിന്റെയും സംസ്കാരത്തിന്റെയും ഉത്ഥാനത്തിന്റെയും മഹനീയവും ഭയഭക്തിജനകവും പരിശുദ്ധവും ജീവദായവും ദൈവികമായ രഹസ്യത്തെ സന്തോഷത്തോടെ ഞങ്ങൾ സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. നിങ്ങൾ ശുദ്ധരായി ആദരവും പ്രാർത്ഥിക്കുവേൻ. സമാധാനം നമ്മോടുകൂടെ. കർത്താവേ, നിന്റെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ. നിന്റെ ദാസരുടെ ഈ കുർബാനയിൽ അവിടുന്ന് ആവസിച്ച് ഇതിനെ ആശീർവദിക്കുകയും പൗത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് കടങ്ങളുടെ പ്രതിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഉയർപ്പിലുള്ള വലിയ പ്രത്യാശയ്ക്കും നിന്നെ പ്രീതിപ്പെടുത്തിയ എല്ലാവരോടും ഒന്നിച്ച് സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. കർത്താവായ ദൈവമേ, ഞങ്ങൾക്ക് വേണ്ടിയുള്ള അങ്ങയുടെ മഹനീയവും വിസ്മയാവഹവും ഈ രക്ഷാപദ്ധതിയെക്കുറിച്ച് അങ്ങയെ ഞങ്ങൾ നിരന്തരം പ്രകീർത്തിക്കുന്നു. അങ്ങയുടെ അഭിഷിക്തന്റെ അമൂല്യ രക്തത്താൽ രക്ഷിക്കപ്പെട്ട സഭയിൽ സന്തോഷത്തോടും പ്രത്യാശയോടും കൂടെ ഞങ്ങൾ അങ്ങേക്ക് കൃതജ്ഞതയർപ്പിക്കുകയും ചെയ്യുന്നു. പൂജ്യമായിടും നിന്റെ നാമത്തിൽ ആദരാൽ ഞങ്ങളർപ്പിക്കും സ്തോത്രവും സ്തുതി കീർത്തനങ്ങളും എന്നും എപ്പോഴും എന്നേക്കും. ആമേൻ.
അങ്ങയുടെ കാരുണ്യത്തിനൊത്ത വിധം എന്നോട് ദയ തോന്നണമേ. അങ്ങയുടെ കാരുണ്യത്തിനനുസൃതമായി എന്റെ പാപങ്ങൾ മായ്ച്ചു കളയണമേ. കർത്താവേ, അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങൾ അയോഗ്യരാകുന്നു, ഞങ്ങൾ തീർത്തും അയോഗ്യരാകുന്നു. എങ്കിലും സുദൃഢവും പരിശുദ്ധവും ജീവദായകവും ദൈവികമായ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവ് ഈശോ മിശിഹായേ, നിന്റെ തിരുനാമത്തിന്റെ സ്തുതിയും നാഥനായ നിനക്ക് ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകവുമായ അപ്പം സ്വർഗ്ഗത്തിൽ നിറങ്ങിയതും ലോകത്തിന് മുഴുവനും ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രസ്തുത പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. സ്വർഗ്ഗത്തിൽ നിന്നിറങ്ങിയ ജീവനുള്ള അപ്പമാകുന്നു. രക്ഷകനീശോധൻ ശിഷ്യരെ അറിയിച്ച ദിവ്യരഹസ്യമിതാ, സ്വർഗ്ഗത്തിൽ നിന്നാഗതമാ ജീവൻ നൽകിടുമപ്പം ഞാൻ. സ്നേഹമോടെന്നെ കൈക്കൊള്ളുവോ, എന്നിൽ നിത്യം ജീവിക്കും. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. നമ്മുടെ രക്ഷകന്റെയും അമൂല്യമായ ശരീരത്തോടെ രഹസ്യങ്ങളെ നമുക്കെല്ലാവർക്കും പത്യാദികളെ സമീപിക്കാം. അനുതാപത്തിനുള്ളാകുന്ന ക്ഷണത്തോടെ അപരാധങ്ങളെ വിതരിച്ചുകൊണ്ടും പാപങ്ങളെ കുറിച്ച് പശ്ചാത്തപിച്ചുകൊണ്ടും സ്വഗതരെ ക്ഷമിച്ചുകൊണ്ടും നമുക്ക് സകലത്തിനെയും നാഥനായ ദൈവത്തോട് കൃപയും വാമോചനവും യാചിക്കുകയും ചെയ്യാം. കർത്താവേ, ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. ഫിനനകളും വെടിഞ്ഞ് നമ്മുടെ മനസ്സാക്ഷി ശുദ്ധീകരിക്കാം. കർത്താവേ, ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. ശത്രുതയിലും വിദേശത്ത് നിന്ന് നമ്മുടെ ആത്മാക്കളെ മുക്തമാക്കാം. കർത്താവേ, ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും പരിശുദ്ധാത്മാവിനാൽ പൗത്രരിക്കപ്പെടുകയും ചെയ്യാം. കർത്താവേ, ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. യോജിപ്പോടും ഐക്യത്തോടും കൂടെ ദിവ്യരഹസ്യങ്ങളിൽ പങ്കുകൊള്ളാം. കർത്താവേ, ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. കർത്താവേ, ഇവ ഞങ്ങളുടെ ശരീരങ്ങൾ ഉയർപ്പിനും ആത്മാക്കളുടെ രക്ഷയ്ക്കും കാരണമാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവായ ദൈവമേ, കാരുണ്യപൂർവ്വം അങ്ങ് ഞങ്ങൾക്ക് നൽകിയ മനോവിശ്വാസത്തോടുകൂടെ അങ്ങയുടെ സന്നിധിയിൽ എപ്പോഴും നിർമ്മല ഹൃദയരും പ്രസന്നവദനരും നിഷ്കളങ്കരുമായി വ്യാപരിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങളെല്ലാവരും ഒന്നു ചേർന്ന് അങ്ങയെ വിളിച്ച് പ്രകാരം അപേക്ഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം ഭൂഷിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. പിതാവേ, ശക്തനായ സർവേശ്വര, നല്ലവനായ ദൈവമേ, കൃപാപൂർണ്ണനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ കാരുണ്യം ഞങ്ങൾ കേണപേക്ഷിക്കുന്നു. ഞങ്ങളെ പ്ലാവനത്തിൽപ്പെടുത്തരുതേ, ദുഷ്ടാരും അവന്റെ സൈന്യങ്ങൾ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ സ്വർഗ്ഗത്തിലും ഭൂമിയിലും രാജ്യവും ശക്തിയും പ്രാബല്യവും അധികാരവും അങ്ങയുടേതാകുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ വിശുദ്ധ ജനത്തിനുള്ളതാകുന്നു. ഏകപിതാവ് പരിശുദ്ധനാകുന്നു, ഏകപുത്രൻ പരിശുദ്ധനാകുന്നു, ഏകരൂഹ പരിശുദ്ധനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും എന്നേക്കും സ്തുതി. ആമേൻ. ജീവിക്കുന്ന ദൈവത്തെ നിങ്ങൾ പ്രകീർത്തിക്കുവിൻ.
സ്വർഗത്തിൽ നിന്നൊരു സ്വരം മാറ്റിക്കൊണ്ടു, ഇവൻ എന്റെ പ്രിയപുത്രനാകുന്നു, ഇവനിൽ ഞാൻ സംപ്രീതനായിരിക്കുന്നു. ലോകരക്ഷകനെ നമുക്കൊന്ന് ചേർന്ന് സ്തുതിച്ചാരാധിക്കാം. ജലത്താലും ഒരുപിയാലും നാം മിശിഹയുടെ ഭൗതിക ശരീരത്തിന് അംഗങ്ങളായിരിക്കുന്നു. അവിടുത്തെ ശരീര രക്തവും നമ്മെ പരിപോഷിപ്പിക്കട്ടെ. ഞാനും പ്രതി
ഇളം കാറ്റിലലിയുന്ന പോലെ വിടരാൻ കൊതിക്കും പൂവിൻ സുഗന്ധം ഇളം കാറ്റിലലിയുന്ന പോലെ. ക്രൈസ്തവന്മാരുടെ കുർബാനത്തിൽ സുദൃഢവും പരിശുദ്ധവും ജീതകവും ഈ രഹസ്യങ്ങളെ സംബന്ധിച്ച് ഇവയിൽ പങ്കുകൊള്ളുവാൻ യോഗ്യരായിട്ട് നമുക്കെല്ലാവർക്കും ഇവിടെ ദാതാവ് അദ്ദേഹത്തിന് സ്തുതിയും കൃതയും സമർപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മുടെ കൂടെ. കർത്താവായ ദൈവമേ, മാമോദീസ വഴി ഞങ്ങളുടെ മനുഷ്യപ്രകൃതിയെ നവീകരിക്കുകയും രക്ഷയുടെ മാർഗം വെളിപ്പെടുത്തുകയും ചെയ്ത അങ്ങേ ഞങ്ങൾ മഹത്വപ്പെടുത്തുന്നു. ജലത്താലും ആത്മാവിനാലും ഞങ്ങളെ ദൈവമക്കളും മിശിഹായുടെ കൂട്ടവകാശികളുമാക്കി തീർക്കുകയും അവിടുത്തെ മരണത്തിലും ഉത്ഥാനത്തിലും പങ്കുകാരാക്കുകയും ചെയ്തുവല്ലോ. മിശിഹായുടെ തിരുശരീര രക്തങ്ങൾ സ്വീകരിക്കുവാൻ അങ്ങ് ഞങ്ങളെ യോഗ്യരാക്കി. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. കർത്താവേ ആശീർവദിക്കണമേ. ഞങ്ങളൊരു രക്ഷകരും കർത്താവുമായ മിശിഹായെ മാമോദീസായിലൂടെ നീ ഞങ്ങളുടെ പാപക്കറകൾ കഴുകുകയും ആത്മാവിനാൽ ഞങ്ങളെ വിശുദ്ധീകരിക്കുകയും ചെയ്തുവല്ലോ. ദിവ്യരഹസ്യങ്ങളിൽ പങ്കുകാരാക്കി ദൈവിക ജീവനിൽ ഞങ്ങളെ വളർത്തുന്ന നിന്റെ അനന്തകാരണത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു. സകലത്തിന്റെയും നാഥ എന്നേക്കും. ദൈവം നിത്യസമാരാധ്യ ഭൂവിലയച്ചു തിരുസുതനെ യോർദാൻ നദിയിൽ ത്രിത്വത്തിൻ ദിവ്യരഹസ്യം വെളിവാക്കി സുതരായി നമ്മെ ഉയർത്തിടുവാൻ പുത്രനെ നൽകി പ്രിയദാതൻ മാംസനീണങ്ങൾ വഴിയായി പാപകടങ്ങൾ നീക്കിടുവാൻ നമ്മിൽ നിത്യം നിവസിക്കും പാവനരൂഹ സത്യത്തിൻ നിറവിൽ നമ്മെ നയിച്ചിടും ശക്തി വളർത്തും കൃപയോടെ താതനുമതുപോൽ തിരുസുതനും കൃപയും സ്നേഹവുമരുളട്ടെ. റൂഹ കൂടെ വസിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും.
നിത്യപുരോഹിതനായ ഈശോ അങ്ങേ ദാസന്മാരായ വൈദികർക്ക് യാതൊരു ആപത്ത് വരാതെ അങ്ങേ തിരുഹൃദയത്തിൽ അഭയം നൽകണമേ. അങ്ങേ പരിശുദ്ധമായ ശരീരത്തെ ദിവസത്തോറും എടുക്കുന്ന അവരുടെ കരങ്ങളെ മലിനമാകാതെ കാക്കണമേ. അങ്ങേ വിലയേറിയ തിരക്കെടുത്താൽ നനയുന്ന അവരുടെ നാവുകളെ നിർമ്മലമായി കാത്തുകൊള്ളണമേ. ശ്രേഷ്ഠമായ അങ്ങേ പൗരോഹിത്യത്തിന്റെ മഹനീയ മുദ്ര പതിച്ചിരിക്കുന്ന അവരുടെ ഹൃദയങ്ങളെ ലോകവസ്തുക്കൾ നൽകണമേ. അങ്ങയോട് കൂടെ ആയിരിക്കുവാനും വചനം പ്രഘോഷിക്കുവാനും തിന്മയെ ചെറുക്കുവാനും അവർ സദാ ഉത്സുകരാകട്ടെ. അങ്ങയുടെ മഹത്വത്തിന് വേണ്ടിയുള്ള അവരുടെ പ്രയത്നങ്ങൾ ഫലസമൃദ്ധങ്ങളായി ഭവിക്കട്ടെ. അവരുടെ ശുശ്രൂഷ ലഭിക്കുന്നവർ ഇഹത്തിൽ അവരുടെ ആനന്ദവും ആശ്വാസവും പരത്തിനത്തെ സൗഭാഗ്യത്തിന് മകുടവുമായി തീരട്ടെ. ലോകരക്ഷകനായ യേശു അങ്ങേ പുരോഹിതരെയും വൈദിക ശുശ്രൂഷകരെയും ശുദ്ധീകരിക്കണമേ. കർത്താവേ, അങ്ങയുടെ സഭയ്ക്ക് വിശുദ്ധരായ വൈദികരെയും സന്യാസികളെയും അൽമായി പരിശുദ്ധരെയും പ്രദാനം ചെയ്യണമേ. വൈദികരുടെ രാജ്ഞിയെ പരിശുദ്ധ മറിയമേ, വൈദികർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. വിശുദ്ധ അൽഫോൻസാമേ, സന്യസ്തർക്ക് വേണ്ടി